ഹലോ, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ ലോസ് ഓഫ് മോഷൻ. അതിലത്തെ കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് പ്രോബ്ലം ആയി ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് മൊമെന്റം. ഓക്കെ, മൊമെന്റം തന്നെ നമുക്ക് കുറച്ചധികം പഠിക്കാണ്ട്. ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഈ നാലെണ്ണത്തിനും 4 ഇക്വേഷൻ ആണ്. അതായത് ഓരോ മൊമെന്റുകളുടെ വ്യത്യാസമാണ്. ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് തുടക്കത്തിൽ ഉണ്ടാവുന്ന മൊമെന്റമാണ് ഇനീഷ്യൽ മൊമെന്റം. അതുപോലെ തന്നെ ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ഉണ്ടാവുന്ന മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ മൊമെന്റത്തിൽ നിന്ന് ആദ്യത്തെ മൊമെന്റം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ബൈ ടൈം ചെയ്ത് നമ്മൾ എന്തായി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ അറിയണം. അപ്പൊ ഇക്വേഷൻ ഞാൻ എഴുതിയിടാൻ പോവാണ്. ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി, അതായത് u. ഫൈനൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി, അതായത് v. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അവസാനത്തെ മൊമെന്റത്തിൽ നിന്ന്, അതായത് ഫൈനൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mv മൈനസ് ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mu. ഓക്കെ, ഇതിനെ ബൈ ടൈം ചെയ്ത എന്തായി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ്, അതായത് mv മൈനസ് mu ബൈ t. അപ്പോ ഈ 4 ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും ഇതിന്നൊരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, അപ്പോ നമുക്ക് ഇതൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എ ബോഡി ഓഫ് മാസ് 5 kg. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാസ് എത്രയാണ്? 5 കിലോഗ്രാം ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോവാണ് മാസ് 5. Okay, m is equal to 5. Traveling with a velocity of 144 കിലോമീറ്റർ പെർ അവർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കം ടു റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇതൊന്ന് ശ്രദ്ധിക്കണം മക്കളെ. കം ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ ചെയ്തിട്ട്, അത് കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് റെസ്റ്റിലോട്ട് വരും എന്നാണ് അർത്ഥം. റെസ്റ്റിലോട്ട് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ വെലോസിറ്റി എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും നിൽക്കുക അല്ലെ. അപ്പൊ നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി എന്തായിരിക്കും? റെസ്റ്റിലുള്ള വെലോസിറ്റി എത്രയായിരിക്കും? അവസാനത്തെ വെലോസിറ്റി അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി എത്രയാണ്? 0. അവസാനത്തെ വെലോസിറ്റി എത്രയാണ്? 0. കാരണം അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ലാസ്റ്റ് അത് എവിടെ വരും? റെസ്റ്റിലോട്ട് വരും. അപ്പൊ അവിടെ ഉള്ള വെലോസിറ്റി, റെസ്റ്റിലുള്ള വെലോസിറ്റി 0. അപ്പൊ അവസാനത്തെ വെലോസിറ്റി 0 ആണ്. നമുക്ക് കം ടു റെസ്റ്റ് കണ്ടപ്പോ മനസ്സിലായി അല്ലെ. കം ടു റെസ്റ്റ് കണ്ടപ്പോ എന്ത് മനസ്സിലായി? അവസാനത്തെ വെലോസിറ്റി 0. ഇനി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കം ടു റെസ്റ്റ് വന്നാല് ഫൈനൽ വെലോസിറ്റി 0. അപ്പോ ഇതിവിടെ കം ടു റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന വെലോസിറ്റി എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി. ഏതായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി ട്ടാ. അതായത് u 144 കിലോമീറ്റർ പെർ അവർ ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ, കിലോമീറ്റർ പെർ അവർ ആണ് അല്ലെ. പക്ഷെ നമുക്ക് ഇനി എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കാരണം നമുക്കറിയാം വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസിക് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 144 കിലോമീറ്റർ പെർ അവറിനെ ബേസിക് യൂണിറ്റിലോട്ട് ആക്കാൻ ഒരു കുഞ്ഞു ട്രിക്ക് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇൻറ്റു 5/18 ഇൻറ്റു 5/18. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനെ ബേസിക് യൂണിറ്റിലോട്ട് ആക്കും. അതായത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആയി കൺവേർട്ട് ചെയ്യും. അപ്പൊ അത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? മാസ് കിട്ടി, ഫൈനൽ വെലോസിറ്റി കിട്ടി, ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കി? ഉണ്ട് അല്ലെ. 4 സെക്കൻഡ്. സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അത് എന്തിന്റെ യൂണിറ്റ് ആണ്? ടൈമിന്റെ. അപ്പൊ അവിടെ തന്നിരിക്കുന്നതായിരിക്കും ടൈം ആയിരിക്കും. അപ്പൊ ടൈം നമുക്ക് 4 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ തന്നിരിക്കുന്ന എല്ലാ സാധനവും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താ നോക്കാം. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഉള്ളൂ ട്ടാ. ഇറ്റ്സ് ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കണം. അപ്പൊ ക്വസ്റ്റ്യന്റെ ഉത്തരം ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാണ്. ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. മാസ് എത്രയാ മക്കളെ? മാസ് എത്രയാ? മാസ് 5 ആണ് അല്ലെ. m 5 ആണ്. ഇൻറ്റു 40. 5 ഇൻറ്റു 40 എത്ര വരും? 5 ഇൻറ്റു 40 എത്ര വരും?
200. ഓക്കെ, മൊമെന്റം ആയതുകൊണ്ട്, ഇനീഷ്യൽ മൊമെന്റ് ആയതുകൊണ്ട് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കണം. ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ആണ്. മാസ് നമുക്കറിയാം, മാസ് എത്രയാണ്? മാസ് 5 ആണ്. ഇൻറ്റു വി എത്രയാ മക്കളെ? വി 0. അപ്പൊ 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടി. ഇനി നമുക്ക് സി. ഓക്കെ, സി ചെയ്യുമ്പോൾ നമുക്കറിയാം എം വി മൈനസ് എം യു ആണ് അല്ലെ. എം വി മൈനസ് എം യു. എം യു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ്? 200 ആണ്. അതുപോലെ തന്നെ എം വി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എം വി എന്ന് പറഞ്ഞാൽ എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? എം ഇൻറ്റു വി ആണ് എം വി. അപ്പൊ എം വി കണ്ടുപിടിച്ച 0. അപ്പൊ എം വി 0 ആണ്. അപ്പൊ എം വിക്ക് വരെ ഞാൻ എന്ത് ചെയ്തു? എം വി കൊടുത്തു. ഇക്വേഷൻ എഴുതി കാണിച്ചു കേട്ടോ. ഓക്കെ, അപ്പോ മൂന്നാമത്തെ സി ക്വസ്റ്റിന്റെ ആൻസർ എം വി മൈനസ് എം യു ആണ്. ഇതില് എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു 0 ആണ്. മൈനസ് എം യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ആണ്. അപ്പോ 0 മൈനസ് 200 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം മൈനസ് 200. ചേഞ്ച് ഇൻ മൊമെന്റം ആയതുകൊണ്ട് യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഈ ലാസ്റ്റ് ആണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണണം. എന്താണ് കണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണണം. സിമ്പിൾ ആണ്. അപ്പോ ഡി ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് എം വി മൈനസ് എം യുവിനെ എന്ത് ചെയ്താൽ മതി? ബൈ ടി ചെയ്താൽ മതി. എം വി മൈനസ് എം യു നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? മൈനസ് 200 ആണ്. എത്രയാണ് കണ്ടുപിടിച്ചത്? മൈനസ് 200 ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതിനെ എന്ത് ചെയ്താൽ മതി? ബൈ ടി ചെയ്ത് കൊടുത്താൽ മതി. അത് മൈനസ് 200 ബൈ ടി. ടി എത്രയാണ്? ടി എത്രയാണ്? ടി 4. ഓക്കെ, അവിടെ ഇക്വേഷൻ വേണമെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് ഞാൻ മായ്ക്കാണ്. ഓക്കെ, നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് അത് എത്രയാന്ന് വെച്ചാൽ എഴുതി വെച്ചാൽ മതി. അപ്പോ ഇക്വേഷൻ വരാം എം വി മൈനസ് എം യു ബൈ ടി ആണ്. എം വി മൈനസ് എം യു നിങ്ങൾ കണ്ടുപിടിച്ചു എത്രയാണ്? മൈനസ് 200 ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മൈനസ് 200 ബൈ ടൈമിന് പകരം ടൈം അവിടെ തന്നിട്ട് എത്രയാണ്? 4. അപ്പോ മൈനസ് 200 ബൈ 4 ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? മൈനസ് 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന വാല്യൂസ് കൊടുക്കുക. നമുക്ക് കണക്ക് കൂട്ടി ചെയ്യാം. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ്സ് ആണ്. അത് കിലോമീറ്റർ പെർ അവർ ആണെന്നുണ്ടെങ്കിൽ എന്താക്കേണ്ടി വരും? മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ ഗ്രാം ആണ് തന്നേക്കണെന്നുണ്ടെങ്കിൽ ഇവിടെ കിലോഗ്രാം ആണ്. പക്ഷെ ഇനി ഗ്രാം ആണ് തന്നേക്കണെന്നുണ്ടെങ്കിൽ എന്താക്കേണ്ടി വരും? കിലോഗ്രാം ആക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ? പിന്നെ അതുപോലെ തന്നെ ടൈം 4 സെക്കൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അവർ മിനിറ്റ് അങ്ങനെയാണ് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ടും അതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. ആ ഇക്വേഷൻസ് 4 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കണം. ഇത് പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എം യു, ഇത് എം വി മൈനസ് എം യു, എം വി മൈനസ് എം യു ബൈ ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കുറച്ചധികം നിങ്ങൾ ആലോചിക്കാനായിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? ഹോക്കി ബോൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോക്കി സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് അവർ പറയുന്ന കാര്യം നോക്കാം. എ ഹോക്കി ബോൾ ഓഫ് മാസ് 200 ഗ്രാം. അവിടെ ശ്രദ്ധിക്കണം, 200 ഗ്രാം ആണ്. അതിന് ഇപ്പൊ തന്നെ 1 കിലോഗ്രാം ആക്കിയാലോ? മാസ്, ബോളിന്റെ മാസ് നമുക്കറിയാം 200 ഗ്രാം ആണ്. ഗ്രാമിന് എന്താക്കണം? കിലോഗ്രാം ആക്കണം. അപ്പൊ അതിനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/1000 ആണ്. ഓക്കെ, ഇൻറ്റു 1/1000 ചെയ്യുമ്പോൾ എന്ത് വരും? 200/1000 വരും. 0 വെട്ടിപ്പോവും. 2/10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.2. ഓക്കെ, 0.2 കിട്ടും. അപ്പൊ 200 ഗ്രാമിന് നാം എന്താക്കി? കിലോഗ്രാം ആക്കി. 0.2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാസ് കിട്ടി 0.2. ഹോക്കി സ്റ്റിക്ക് അതുപോലെ തന്നെ ബോളിന്റെ സ്പീഡ് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് മൊത്തത്തിൽ നോക്കി. എ ഹോക്കി ബോൾ ഓഫ് മാസ് 200 ഗ്രാം ഹിറ്റ്സ് എ ഹോക്കി സ്റ്റിക്ക് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. അതിലെന്താ പറയുന്നത്? ഒരു ഹോക്കി ബോൾ ഉണ്ട്, അതിന്റെ മാസ് 200 ഗ്രാം ആണ്. അതൊരു ഹോക്കി സ്റ്റിക്കിന് ഇടിക്കുകയാണ് അല്ലെ? ഹിറ്റ്സ്, ഇടിക്കുകയാണ്. എത്ര സ്പീഡിൽ ഇടിക്കുന്നു? 20 മീറ്റർ പെർ സെക്കൻഡ്
സ്പീഡിൽ ഇടിക്കുന്നു ആൻഡ് റിട്ടേൺസ്, അതായത് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാണ്, വിത്ത് ദ സെയിം സ്പീഡ്, ആ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്നു, വിത്ത് ത്രൂ ദ സെയിം പാത്ത്, വന്ന സ്പീഡിലും അതുപോലെ തന്നെ വന്ന പാത്തിലും തിരിച്ചു പോകണം. അപ്പൊ അവര് പറഞ്ഞ കാര്യം ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു ഹോക്കി സ്റ്റിക്ക് ഇരിക്കുകയെന്ന് വിചാരിക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ ഹോക്കി സ്റ്റിക്ക് ആണെന്ന് വിചാരിക്കുക, തൽക്കാലം ബാറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഹോക്കി ബോള് വന്നിട്ട് ഹോക്കി സ്റ്റിക്കും ഇടിക്കുന്നു. അതാണ് ഒരു ആദ്യം പറഞ്ഞത്. ഹോക്കി ബോൾ ഹിറ്റ്സ് ഹോക്കി സ്റ്റിക്ക് വിത്ത് എ സ്പീഡ് ഓഫ് 20 meter per second. ഓക്കെ, റിട്ടേൺസ് വിത്ത് ദ സെയിം സ്പീഡ്, അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോകുന്നു, അതേ വഴിയിലൂടെ കേട്ടാ. ഇപ്പൊ തിരിച്ചിങ്ങോട്ടെങ്കിൽ വരക്കാതുമ്പോ തന്നെ വരച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് തൊട്ടടിയിൽ തന്നെ വരയ്ക്കണത്. അതേ പാത്തിൽ കൂടെയാണ് തിരിച്ചു പോണത്, സെയിം സ്പീഡ് ആയതുകൊണ്ട് അവിടുത്തെ സ്പീഡ് തന്നെ ഇവിടെയും വരും. എത്ര വരും? 20. ഓക്കെ, ഇനിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രോബ്ലം ചെയ്യുമ്പോ ഒരാളെ നമ്മൾ മൈനസ് ആക്കി എടുക്കും. അതായത് നമുക്കറിയാം ബോളിന് തുടക്കം ഉണ്ടായ വെലോസിറ്റി നമ്മ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും u, അവസാനമുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി v. ഓക്കെ, അപ്പോ ഇവർ രണ്ടുപേരും, അതായത് ആദ്യം വെലോസിറ്റി എങ്ങോട്ടാ? ഇങ്ങോട്ട്. രണ്ടാമത് വെലോസിറ്റി ഇങ്ങോട്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണല്ലോ, ഒരാൾ അങ്ങോട്ടും ഒരാള് ഇങ്ങോട്ടും. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ വെലോസിറ്റി പഠിച്ചപ്പോ കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഫൈനൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ഇട്ട് കൊടുക്കേണ്ടി വരും. അതായത് നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റികൾ അളക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും? അവരുടെ അളവും ശ്രദ്ധിക്കണം, അവരുടെ ഡയറക്ഷനും ശ്രദ്ധിക്കണം. അപ്പൊ വെക്റ്റർ ക്വാണ്ടിറ്റി ആയുള്ള പ്രത്യേകത, അവരെ അളക്കുമ്പോ അവരുടെ അളവും ഡയറക്ഷനും ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ ഒരാൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മറ്റേ ആൾ, അതായത് ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് മറ്റേയാൾ. അത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മൈനസ് ഇട്ട് കൊടുക്കാൻ പോകണം. അവിടെ ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് മൈനസ് കൊടുക്കാട്ടെ, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവിന് ഓപ്പോസിറ്റ് ആരാ? നെഗറ്റീവ്. ഓക്കെ, അതായത് ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും v. ഓക്കെ, ആ ഒരു ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാന്നുണ്ടെങ്കിൽ, അതായത് അങ്ങോട്ട് പോണതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് ആണ് ഒരാളെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യണത്? പ്രോബ്ലത്തിൽ മൈനസ് കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. വേണമെങ്കിൽ ഇയാൾക്ക് പോസിറ്റീവ് കൊടുക്കാം, ഇയാൾക്ക് നെഗറ്റീവ് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം, ഇയാൾക്ക് നെഗറ്റീവ് കൊടുത്തിട്ട് ഇയാൾക്ക് പോസിറ്റീവ് എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്ലസും മൈനസും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വേറെ ഒന്നുമില്ല. അപ്പൊ മൈനസ് കൊടുക്കുന്നതിന് കാരണം ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് രണ്ടാമത്തെ വെലോസിറ്റി എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി എത്രയാണ്? +20. ഫൈനൽ വെലോസിറ്റി കിട്ടി എത്രയാണ്? -20. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു mv മൈനസ് mu. mv എന്ന് പറഞ്ഞാൽ എത്രയാണ്? mv മാസ് എത്രയാണ്? നമുക്ക് കിട്ടിയല്ലേ മാസ് 0.2. v എത്രയാണ് മക്കളെ? v എത്രയാണ്? 20. ഓക്കെ, മൈനസ് m ഇൻറ്റു m എന്ന് പറഞ്ഞാല് 0.2 ഇൻറ്റു വീണ്ടും ഇവിടെ -20 ആണ്, ഇവിടെ 20. ഓക്കെ, അപ്പോ നമുക്ക് v അറിയാം അല്ലെ. ഇവിടെ എടുത്ത് എഴുതാണ്ട ഞാൻ. u എത്രയാണ്? u 20 ആണ്, v -20 ആണ്. അപ്പോ 0.2 ഇൻറ്റു -20 മൈനസ് 0.2 ഇൻറ്റു 20. തൽക്കാലം 0.2 ഇൻറ്റു 20 ചെയ്യാം. 0.2 ഇൻറ്റു -20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -4 കിട്ടും. 0.2 ഇൻറ്റു -20 ചെയ്യുമ്പോൾ -4 കിട്ടും. -0.2 ഇൻറ്റു 20 ചെയ്യുമ്പോൾ +4 കിട്ടും. ഓക്കെ, അപ്പോ -4 എത്രയാ വരാ? -8 kg/m/s ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പോ ഇത് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂ ആണ് കേട്ടാ.
0.2 ഇൻറ്റു -20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -4 കിട്ടും. 0.2 ഇൻറ്റു 20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് +4 കിട്ടും. അതിൻ്റെ ഇടയിലുള്ള മൈനസ് ആണ് നിങ്ങൾക്ക് കിടക്കുന്നത്. അപ്പോൾ -4 എത്ര വരും? -8 വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം കാണാനാണ് പറഞ്ഞത്. ആ ഉത്തരം കിട്ടി. അപ്പോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ലോഡഡ് ട്രക്ക്? ഞങ്ങളുടെ അടുത്ത് എന്തിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ പി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് ട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഓ, മഞ്ഞോണ്ട് എഴുതിയിട്ട് കാണില്ല അല്ലെ? ഓ സോറി. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ mv മൈനസ് mu ബൈ ടി ആണ്. mv മൈനസ് mu ബൈ ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും? മാസ് ഓഫ് ട്രക്ക്. ഓക്കെ, മാസ് ഓഫ് ട്രക്ക് എന്നുണ്ട് എത്രയാണ്? 10,000. അപ്പൊ മാസം നമുക്കറിയാം 10,000 ആണ്. ഇനി അതുപോലെ തന്നെ ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം 15 to 12. വെലോസിറ്റി എത്രയാണ്? 15-ൽ നിന്ന് 12 ആവാണ്. അപ്പൊ തുടക്കത്തിലെ വെലോസിറ്റി എത്രയാ? ഇവിടുത്തെ തുടക്കത്തിലെ വെലോസിറ്റി എത്രയാ? 15 ആണ്. 15 ആണ് എത്രയാവുന്നത്? 12 ആവുന്നത്. അപ്പൊ തുടക്കത്തിലെ വെലോസിറ്റി നമ്മൾ പറയുന്നത് യു, ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 15ഉം ഫൈനൽ വെലോസിറ്റി അവസാനത്തെ വെലോസിറ്റി 12ഉം. ഇവിടെ 4 സെക്കൻഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തായിരിക്കും ഉണ്ടാവുക? ടൈം ആണ്. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു 4 കിട്ടി. ഓക്കെ, അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? mv കണ്ടുപിടിക്കാം. mv കണ്ടുപിടിച്ചാലോ? മാസ് ഇൻറ്റു വെലോസിറ്റി എത്ര വരും? മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ മാസ് നമുക്കറിയാം 10,000 ആണ്. ഇൻറ്റു വെലോസിറ്റി എത്ര? v എത്രയാ? v 12. അപ്പൊ എത്ര വരും? 1,20,000. ഇനി mu ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? mu കണ്ടുപിടിക്കുമ്പോ മാസ് എത്രയാണ്? 10,000 ഇൻറ്റു u എത്രയാണ്? u 15. ഓക്കെ, അപ്പൊ u 15 ചെയ്യുമ്പോൾ എത്ര വരും? 1,50,000. ഓക്കെ, അപ്പൊ mv കണ്ടുപിടിച്ചു, mu കണ്ടുപിടിച്ചു. അത് ഞാൻ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. mv എത്രയാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? mv 1,20,000 ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, മൈനസ് mu കണ്ടുപിടിച്ച mu എത്ര? 1,50,000 ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ബൈ 4. ടൈം 4 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? 1,20,000 നിന്ന് 1,50,000 കുറച്ച് നിങ്ങൾക്ക് എന്ത് വരും? -30,000. ഓക്കെ, 1,20,000 നിന്ന് 1,50,000 കുറച്ച് നിങ്ങൾക്ക് എന്ത് വരും? -30,000 ബൈ 4. അപ്പൊ 30,000 ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക -7,500 ആണ്. ഓക്കെ, മൊമെന്റം ആയതുകൊണ്ട് യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു മാർക്കിന് എപ്പോഴും കാണാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഇതിൽ ഏതാണ് ഈ ഗ്രൂപ്പിൽ അല്ലാത്ത? അല്ലെങ്കിൽ ഓഡ് വൺ ഒക്കെ സെലക്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് പണ്ട് പറയാറില്ലേ? അതിന് തന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതില് ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എല്ലാവരുമായിട്ട് കോമൺ ഉള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോ ഞാൻ പറയാം, ഇവിടെ ഫോഴ്സും മൊമെന്റവും വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇവര് 3 പേരും വെക്ടർ ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, ഇത് മാത്രം സ്പീഡ് മാത്രം എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇതിൽ ആരാണ് ഓഡ് വൺ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ആരാണ്? സ്പീഡാണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്നൊക്കെ പഠിക്കേണ്ടത്. അപ്പൊ ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? ഇവര് 3 പേരും വെക്ടർ ആണ്. ലാസ്റ്റ് സ്പീഡ് മാത്രം സ്കേലാർ ആണ്. അതുകൊണ്ട് അതാണ് ഓഡ് വൺ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഗ്രാം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഗ്രാം അല്ല കിലോഗ്രാം ആണ് അല്ലെ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ എന്താക്കേണ്ടി വരും? ഗ്രാമിൽ എന്താക്കേണ്ടി വരും? കിലോഗ്രാം ആക്കേണ്ടി വരും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. എ ബോഡി ഓഫ് മാസ് 500 ഗ്രാം. മാസ് 500 ഗ്രാം ആണ്. ബോഡിയുടെ മാസ് 500 ഗ്രാം. ഇപ്പൊ തന്നെ എന്താക്കാം? നമുക്ക് കിലോഗ്രാം ആക്കാം കേട്ടോ. 500 ഗ്രാം ഞാൻ നേരത്തെ ഒരു ട്രിക്ക് പഠിപ്പിച്ചു തന്നു. ഇൻറ്റു 1/1000 ആണ് ഗ്രാമിന് കിലോഗ്രാം ആക്കാനുള്ള
ട്രിക്ക്. അപ്പൊ ഇൻറ്റു 1/1000 500/1000 വരും. 0 വെട്ടിപ്പോവും. 5/10 എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, ഇനി അടുത്തത് വായിക്കാം. A body of mass 500 gram move with a velocity of 40 meter per second. അപ്പോ 500 gram ഉള്ള ഒരു ഒബ്ജക്റ്റ് 40 വെലോസിറ്റിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫോഴ്സ് കൊടുത്തപ്പോ ഓൺ അപ്ലൈയിങ് എ ഫോഴ്സ് ഫോർ 4 സെക്കൻഡ്, വീണ്ടും ടൈം 4 സെക്കൻഡ് ആണ്. ദ വെലോസിറ്റി ചേഞ്ചസ് ടു 80 meter per second. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ്. ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടുന്ന് ഫോഴ്സിനെ പറ്റി ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഫോഴ്സിന്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചിരിക്കാം. ഫോഴ്സ്, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to mass into acceleration. F is equal to mass into acceleration ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടില്ല. ഒന്ന് നോക്കി, ക്വസ്റ്റ്യനിൽ ആക്സിലറേഷൻ ഒന്നുണ്ടാ. എ ബോഡി ഓഫ് മാസ് 500 gram, മാസ് 500 gram ആണെന്ന് തന്നു, അതിന്റെ വെലോസിറ്റി 40 ആണെന്ന് തന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഫോഴ്സ് കൊടുത്ത് എത്ര സെക്കൻഡ്, 4 സെക്കൻഡ് ഫോഴ്സ് കൊടുത്തപ്പോൾ വെലോസിറ്റി എത്ര മാറി, 40ന്ന് 80 മാറി. ആക്സിലറേഷൻ അവർ തന്നിട്ടില്ല. തന്നിട്ടുണ്ടാ? ഇല്ല. പക്ഷേ അവർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധനവും തന്നിട്ടുണ്ട്. അതായത് ആക്സിലറേഷന്റെ ഇക്വേഷൻ A is equal to V minus U by T ആണ്. നിങ്ങൾക്കറിയാം U എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റി. ഓബ്ജക്റ്റ് 40 വെലോസിറ്റിയിലായിരുന്നു, ഫോഴ്സ് കൊടുത്തപ്പോഴാണ് അതിന്റെ വെലോസിറ്റി എത്രയായത്, 80 ആയത്. അതായത് അതിന്റെ തുടക്കത്തിലെ വെലോസിറ്റി എത്രയാണ്, 40 ആണ്. അതുപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി നിങ്ങൾക്കറിയാം 80 ആണ്. ഇനി അതുപോലെ തന്നെ ടൈം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധനവും നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അതായത് V മൈനസ് U, V എത്രയാണ്, V 80 ആണ്, മൈനസ് U, U എത്രയാണ് 40 ബൈ T എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, അപ്പോ 80 മൈനസ് 40 നമുക്ക് എല്ലാവർക്കും അറിയാം, 40/4 എത്ര വരും, 10. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടി എത്ര, 10 meter per second square. അതാണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. അപ്പൊ 10 meter per second square ആക്സിലറേഷൻ കിട്ടി. മാസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചൊക്കെയാണ്, എത്ര, 0.5 kilogram. അപ്പോ മാസ് നമുക്കറിയാം 0.5 ഇൻറ്റു ആക്സിലറേഷൻ കണ്ടുപിടിച്ചു 10. അപ്പൊ എത്ര വരും, 5 ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പൊ 5 ന്യൂട്ടൺ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാം ക്വസ്റ്റ്യനിൽ തരും, നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക, ഇക്വേഷനിൽ കൊടുക്കുക, ചെയ്യാം. അപ്പോ അടുത്ത് എ പേഴ്സൺ ഓഫ് മാസ് 50 kg. ഭാഗ്യമുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ അവര് യൂണിറ്റ് കിലോഗ്രാം ആയിട്ട് തന്നിരിക്കുന്നത്. റൺസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 8 meter per second. അതായത് ഒരാളുണ്ട്, ഒരു പേഴ്സൺ ഉണ്ട്, അയാളുടെ മാസ് 50 ആണ്. അയാള് എത്ര വെലോസിറ്റിയിലാണ്, 8 വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആളൊരു മേക്സ് എ ലോങ് ജമ്പ്. ആളൊരു ലോങ് ജമ്പ് നടത്തി. അനദർ പേഴ്സൺ ഓഫ് മാസ് 60 kg. ഒരു അടുത്ത ആളുണ്ട്, ആളുടെ മാസ് എത്രയാണ്, 60 kg ആണ്. അയാള് ഒരു മേക്സ് ദ ജമ്പ് വിത്ത് വെലോസിറ്റി 7 meter per second. ഇയാളും ലോങ് ജമ്പ് ചാടയാണ്. അയാളുടെ വെലോസിറ്റി എത്രയാണ്, 7 ആണ്. അവരെ രണ്ടുപേരെ മൊമെന്റ് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതായത് മൊമെന്റം കണ്ടുപിടിക്കുക, ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ അവരുടെ മൊമെന്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് അറിയാം അല്ലെ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഒക്കെ ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും ചെയ്യണ ഇക്വേഷൻസ് നോട്ട് ചെയ്യണോട്ടാ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. P എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്, P is equal to mv. ഓക്കെ, അപ്പൊ രണ്ടുപേരെയും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഒരാളുടെ, ആദ്യത്തെ ആളുടെ A എന്നും രണ്ടാമത്തെ ആളുടെ B എന്നും കൂടാണ്. അപ്പൊ എയുടെ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാണ്. P is equal to mv എന്നാണ് ഇക്വേഷൻ, നിങ്ങൾക്ക് അറിയാം. അപ്പോ മാസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അവരുടെ വെയിറ്റ് മാസ് എത്രയാണ്, 50 ആണ്. ഇൻറ്റു ആദ്യത്തെ ആളുടെ വെലോസിറ്റി എത്രയാ, ആദ്യത്തെ ആളുടെ വെലോസിറ്റി 8. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി 50 × 8 എത്ര വരും, 400. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബി പേഴ്സൺ, അതായത് രണ്ടാമത്തെ ആൾ അനദർ പേഴ്സൺ ഓഫ് മാസ് 60 kg. ആളുടെ മാസ് നമുക്കറിയാം എത്രയാണ്, 60 ആണ്. ഇൻറ്റു വെലോസിറ്റി, ആളുടെ വെലോസിറ്റി എത്രയാ, വെലോസിറ്റി 7. അപ്പൊ 60 × 7 ചെയ്യുമ്പോൾ എത്ര വരും, 420 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അവരെ മൊമെന്റം കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതായത് ആദ്യത്തെ ആളുടെ മൊമെന്റ് എത്രയാണ്, 400 ആണ്. രണ്ടാമത്തത് 420 ആണ്. അപ്പൊ രണ്ടാമത്തെ ആൾക്കാണ് ആദ്യത്തെ കൂടുതൽ. അങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യാം, അങ്ങോട്ട് തള്ളി അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് എ ബോഡി
ഒരാളുടെ മൊമെന്റ്, ഒരു ബോഡിയുടെ മൊമെന്റം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ എന്ത് എഴുതണം? മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതണം. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. P is equal to mv of a body. മാസ് നിങ്ങൾക്ക് തന്നിട്ട് മാസ് എത്രയാ? മാസ് 200. മൂവിംഗ് വിത്ത് വെലോസിറ്റി വന്നിട്ടുണ്ട് എത്രയാണ്? 16. ഓക്കെ, മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. P is equal to mv എന്നാണ്. അപ്പൊ P equal to മാസ് എത്രയാ? 200 ഇൻറ്റു വെലോസിറ്റി എത്രയാ? 16. 200 ഇൻറ്റു 16 ചെയ്യുമ്പോൾ എത്ര വരും? 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. 2 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Given below are some instances, classify them inertia of rest and inertia of motion. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇനേഷ്യ എന്താന്ന് പറഞ്ഞുതരാം. ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റെസ്റ്റ് അതുപോലെ തന്നെ മോഷൻ, നമുക്ക് രണ്ട് സ്റ്റേറ്റുകളാണ്. ഒന്നല്ലെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. അങ്ങനെ 2 സ്റ്റേറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോ ഓൾറെഡി റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയാണെന്ന് വിചാരിക്കുക. ഓൾറെഡി റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് മോഷനിലോട്ട് ആവാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് റെസ്റ്റിൽ തന്നെ തുടരാനായിരിക്കും ആഗ്രഹം. അതുപോലെ തന്നെയാണ് മോഷനിലിരിക്കുന്ന ബോഡിക്ക് മോഷനിൽ തന്നെ പോവാനായിരിക്കും ആഗ്രഹം. ഓക്കെ, അപ്പൊ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് റെസ്റ്റിൽ തന്നെ പോകാനായിരിക്കും ആഗ്രഹം, മോഷനിലിരിക്കുന്ന ബോഡിക്ക് മോഷനിൽ തന്നെ പോകാനായിരിക്കും. ഈ ഒരു തോന്നൽ അല്ലെങ്കിൽ ഈ ഒരു ടെൻഡൻസി നമ്മ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ ഒരു മടിനെ നമ്മ പറയുന്ന പേരാണ് ഇനേഷ്യ. ഓക്കെ, അത് 2 ടൈപ്പാണ്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും. അപ്പൊ അവർ എക്സാമ്പിൾ തന്നിട്ട് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ഇനേഷ്യ ഓഫ് മോഷൻ ആക്കി വേർതിരിക്കാനായിട്ട് പറയും. അപ്പൊ സിമ്പിളാണ്. ഒബ്ജക്റ്റ് ആദ്യം, അതായത് ക്വസ്റ്റ്യനിൽ പറയണ ഒബ്ജക്റ്റ് ആദ്യം റെസ്റ്റിലാണോ മോഷനിലാണോ നോക്കാം. ഓക്കെ, ആദ്യം റെസ്റ്റിലാണോ, അതായത് ഫസ്റ്റ് അത് റെസ്റ്റിലിരിക്കുകയാണോ മോഷനിലിരിക്കുകയാണോ നോക്കുക. ഫസ്റ്റ് റെസ്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയും. ഇനി ഫസ്റ്റ് മോഷനിലാണ് ഇരിക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇനേഷ്യ ഓഫ് മോഷൻ എന്നാണ് പറയും. അതായത് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻഡൻസി ടു മൂവ് ഫോർവേഡ് വെൻ സഡൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യണ്ടാവുക? ബ്രേക്ക് അപ്ലൈ ചെയ്യണ്ടാവുക, അല്ലെ? അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന വണ്ടിക്ക് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ സഡൻ ബ്രേക്ക് പിടിക്കുമ്പോ, അതായത് ടെൻഡൻസി ടു മൂവ് ഫോർവേഡ്, അതായത് മുന്നിലോട്ട് പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടാവും. എപ്പോ? ബസ്സൊക്കെ സഡൻ ബ്രേക്ക് പിടിക്കും. ബസ് എന്ന് ഇതിൽ പറയണില്ല, സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നിലോട്ട് പോകാനായിട്ട് ഒരു തോന്നൽ ഉണ്ടാവും, അല്ലെ? നമുക്കറിയാം, ബസ്സിലൊക്കെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ബസ് പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് പോകും. അപ്പോ ഇത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേഷ്യ ഓഫ് മോഷൻ ആണോ എന്ന് നമുക്കറിയണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു ട്രിക്ക് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ആദ്യം മോഷനിലാണോ റെസ്റ്റിലാണോ നോക്കാം. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ ഒബ്ജക്റ്റ് എന്തായിരിക്കണം? മോഷനിലായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒബ്ജക്റ്റ് തുടക്കത്തിൽ മോഷനിലായിരുന്നു, എന്നിട്ട് അവര് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മ എന്ത് ചെയ്യും? ടെൻഡൻസി ടു മൂവ് ഫോർവേഡ്. നമ്മ ബ്രേക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മ എന്ത് ചെയ്യും? ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ തുടക്കത്തിൽ ആ ഒബ്ജക്റ്റ് എന്തായിരുന്നു? മോഷനിലായിരുന്നു, അല്ലെ? ആ തുടക്കത്തിൽ ആ ഒബ്ജക്റ്റ് എന്തായിരുന്നു? മോഷനിലായിരുന്നു. അപ്പൊ ഇത് എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ. എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ. തുടക്കത്തിൽ എന്താണോ അതാണ് അതിന്റെ ഇനേഷ്യ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊന്ന് നോക്കിയേ. ടെൻഡൻസി ടു മൂവ് ബാക്ക്വേർഡ് വെൻ എ ബസ് സ്റ്റാർട്ട് സഡൻലി. അതായത് ഇപ്പൊ നിർത്തിയിട്ടൊക്കെ ബസ് ആണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാക്കിലോട്ട് അങ്ങോട്ട് പോകും, അല്ലെ? പെട്ടെന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിലോട്ട് പോകും, അല്ലെ? അത് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേഷ്യ ഓഫ് മോഷൻ ആണോ എന്ന് നോക്കാം. അതായത് ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബസ് എന്ത് ചെയ്യണം? നിർത്തിയിടണം, അല്ലെ? ബസ് നിർത്തിയിട്ടാലല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒബ്ജക്റ്റ് തുടക്കത്തിൽ റെസ്റ്റിലായിരുന്നോ അതോ മോഷനിലായിരുന്നോ? ആ ഒബ്ജക്റ്റ് തുടക്കത്തിൽ നിർത്തിയിട്ടേക്കാണ്, അതുകൊണ്ട് അതായത് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോ റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ് മോഷനിലാവുമ്പോ, അതായത് തുടക്കത്തിൽ അതെന്താണ്? റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉത്തരം കിട്ടി? ഇനേഷ്യ ഓഫ് റെസ്റ്റ് കിട്ടി. ഓക്കെ, ഇനേഷ്യ തുടക്കത്തിൽ റെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടി? ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ് ഇനേഷ്യ ഓഫ് മോഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ ആ ഒബ്ജക്റ്റ് ഇതാണോ റെസ്റ്റ് ആണോ മോഷൻ ആണോ നോക്കുക, അതായിരിക്കും അതിന്റെ ഇനേഷ്യ. ഇനി ഇത് രണ്ടും എക്സാമ്പിൾ ആയിട്ട് കാണാപാഠം പഠിച്ചു വെക്കുക. അതായത് ഒരു എക്സാമിനെ ചോദിച്ചിട്ടുണ്ട്, ഗീവ് എക്സാമ്പിൾ ഫോർ ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. നമ്മുടെ അടുത്ത് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് എക്സാമ്പിൾ എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും എന്ത് ചെയ്യുക?
പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം നോക്കാതെ ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇനേഴ്ഷ്യ ഓഫ് മോഷനും ഇനേഴ്ഷ്യ ഓഫ് റെസ്റ്റും സ്ഥിരമായി 2 മാർക്കിന് കാണാറുണ്ട്. അത് എന്തായാലും പഠിച്ചു വെച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട, തുടക്കത്തിലെ ആ ഒബ്ജക്റ്റ് എന്താണോ അതായിരിക്കും അതിന്റെ ഇനേഴ്ഷ്യ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.